ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ദാൽ പാലക്ക് കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മസൂർ ദാൽ ആയാലും മതി. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ്. ഒരു 2 കപ്പ് പാലക്കല നന്നായിട്ട് വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട മസാല ഒരു സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദാൽ പാലക്ക് കറി ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും ചട്ടിയാണ്. നോൺ സ്റ്റിക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇടയ്ക്കെങ്ങാനും എനിക്ക് കൂടുതലും ചട്ടി ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വേണമെങ്കിൽ ഇടാം, പക്ഷേ എനിക്ക് ദാൽ വെക്കുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ദാലിനകത്ത് സാധാരണ ഇഞ്ചി ഉപയോഗിക്കാറില്ല. ഇഞ്ചി ഇഷ്ടമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. നമുക്കിത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് കുറച്ചിടാം. അപ്പോൾ സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച ചുവന്ന് മാറുന്നിടം വരെ വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ മസാലപ്പൊടികളുടെ എല്ലാം പച്ച ചുവ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാലക്ക് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കും. ഒരു 2 കപ്പ് പാലക്കാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കും. ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. ഞാൻ പരിപ്പിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ സവാള വഴറ്റിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ടൊരു ലേശം ഉപ്പ് മതി. ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം, ഇലയൊന്ന് വേവട്ടെ അതുവരെ. അപ്പോൾ നമ്മുടെ പാലക്കലയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പായതുകൊണ്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകിപ്പോവും, അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ദാൽ പാലക്ക് നന്നായിട്ട് തിളച്ചിരിക്കുന്നുണ്ട്, റെഡിയായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി കുറച്ച് നെയ്യിൽ താളിക്കാം, അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പാൻ ചൂടാക്കി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പം ജീരകം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ദാൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ദാൽ പാലക്ക് റെഡി ആയിരിക്കുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ്.
ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.